പട്ടാപ്പകൽ വീട്ടിൽ മോഷണം. ഗൃഹനാഥനെ കെട്ടിയിട്ടുകൊണ്ട് രണ്ട് കള്ളന്മാർ പണവും പണ്ടവും അപകരിച്ചു. അതപകരിക്കും. എന്റെ ഒരിക്കലൊക്കെ ആയിരിക്കണം. ഇവന്മാര് കള്ളന്മാരുണ്ടല്ലോ, ഞാൻ ഇപ്പ ഇമ്പ ഇണ്ണ ഇട്ര ഇംപ്രൂ ഞാൻ വരപ്പിക്കും. ഇതൊന്നും ധൈര്യമില്ലാത്ത വീട്ടുകാരെ പിടിച്ച് കെട്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് എന്നാ പറയാ, അങ്ങ് കേൾക്കുക എന്നല്ലാതെ. ആരെ മനസ്സിലായല്ലോ? കള്ളന്മാരാണോ? മാമൻ ഇരിക്കെ, എന്താണ് വിശേഷമൊക്കെ? സുന്ദരല്ലേ? എന്നാ പിന്നെ ഇറങ്ങിയത്? നല്ല അങ്ങനെ സുഖമാണല്ലോ, കച്ചവടവും കാര്യങ്ങളൊക്കെ എല്ലാം നടക്കുന്നുണ്ടോ? സതീശേ നമ്മള് കക്കാൻ വന്നല്ലേ? അതെ, തോക്കിണ്ടാ എന്റെ നേരെയല്ല, അയാളുടെ നേരെ ചൂണ്ട്. അയ്യോ എടാ തല തിരിച്ചുകൊണ്ടാ. അങ്ങനെയല്ല, തോക്ക് തല തിരിച്ചുപിടി. തോക്ക് തല തിരിച്ചുകൊണ്ട്. പറഞ്ഞ കൈ വെക്കണം. അത് സ്വർണം ചോദിക്കും. സ്വർണം ചോദിക്കും. സ്വർണം എന്താ? എനിക്കതരാം. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് നോക്കട്ടെ. ഇത് കൊള്ളാവില്ല. എന്നാ വില കൊടുക്കും മനേന്? ഇത് 250 രൂപ. 250? ഒരു 300 രൂപ നന്നേക്കാവും. 300 രൂപ നന്നേക്കാം. സുരേഷേ, സാധനം 250 രൂപയ്ക്കല്ലേ വാങ്ങിച്ച്? അതെ അതെ. 300 രൂപ പറയുന്നുണ്ട്. കൊടുത്താലോ? ഒറ്റ വരെയാ 300 രൂപ. പോടാ പൊട്ടങ്ങൂണ. അപ്പൊ അവിടുന്ന് എടാ നമ്മൾ കക്കാൻ വന്നല്ലേ? തോക്ക് വെക്കാൻ വന്നാണോ? തോക്ക് മേടിക്കടാ. അപ്പൊ നിങ്ങൾ കൊടുക്കത്തില്ല? തോക്ക് മേടിക്കടാ. എന്നാ പിടിയോ? കൈപൊക്കി വെടിവെക്കാൻ പാടില്ല. കൈപൊക്കി വെടിവെക്കാൻ പാടില്ല. വെടിവെക്കരുത്. കൈവൊക്കെ വെടിവെക്കരുത്. തോക്കെ പിടിച്ചോ നിങ്ങൾ? ഇല്ലില്ല, കൈപൊക്കി. ഇത് വേണ്ട. പിന്നെന്തിനാ പിടിച്ചാ പോരും? വേണ്ട കേട്ടോ. നിന്റെയാണോ? ഞങ്ങളുടെയാ. കൈവൊക്കെ വെടിവെക്കരുത്. പിന്നെ നീ കൈപൊക്കി വെടിവെക്കാൻ പാടില്ല. കൈപൊക്കി വെടിവെക്കാൻ പാടില്ല. സാധനം വേണം നിങ്ങൾക്ക്. ആ സാധനം വേണം. എന്നാ പിടിച്ചേ, സാധനം പിടിച്ചേ. എല്ലാം ഇറങ്ങി തന്നെ കാര്യം തന്നെ. കാര്യം പറയാം. സ്വർണം ചോദിക്കണം. സ്വർണം വേണം. സ്വർണം വേണം. സ്വർണം വേണോ? സ്വർണം വേണം. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെങ്കിലും കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ? സ്വർണം എന്തെങ്കിലും കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ സ്വർണം തിരിച്ചാൻ? സുരേഷേ, എന്താണ് വലിയ ഏൽപ്പിച്ചിട്ടുണ്ടോ? എടാ നമ്മൾ പിടിച്ചു പറിക്കാൻ വന്നവരല്ലേ? അതെ. നീ തോക്കി കൊണ്ടിട്ട് സ്വർണം തരാൻ പറയടാ. സ്വർണം തരുവാ? ഞാനിവിടെ സ്വർണം തരാനാ ഇവിടുന്ന്. ഈ പുള്ളി പറഞ്ഞാലും എടാ പൊട്ടം കൊണ്ടാപ്പാ, ഇത് നമുക്ക് അറിയേണ്ട കാര്യമുണ്ടാ? എടാ ഇവര് കഴിഞ്ഞ ദിവസം ജുവലറിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് ആ സ്വർണം നമുക്ക് ഇപ്പൊ കിട്ടണമെന്ന് പറ. കഴിഞ്ഞ ദിവസം ശരിയാണല്ലോ അത്. അത് നമുക്ക് കിട്ടണം ഇപ്പൊ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ജുവലറി അവിടെ നിന്ന് മേടിച്ചിരുന്ന സ്വർണം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അത് നിങ്ങൾക്ക് വേണമെന്നോ? നിങ്ങൾക്ക് വേണം. എന്നാ വർത്തമാനം ആടാവേ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് എന്റെ മോടെ വിവാഹത്തിന് വേണ്ടിയിട്ട് 25 പവനും 1 ലക്ഷം രൂപ ഞാൻ മേടിച്ചോണ്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ അത് വലിയ കടുത്ത കൈയാണ്. ഞാൻ എങ്ങനെ തരും? എന്റെ മോടെ കല്യാണം എങ്ങനെ നടക്കും? അത് പറ, ആദ്യം അത് പറ. സംസാരിക്കാം. സുരേഷേ, പുള്ളി പറഞ്ഞ കാര്യമുണ്ട്. എന്താണ്? പുള്ളിയുടെ മോക്കടെ കല്യാണത്തിന് വേണ്ടി സ്വർണം അല്ലേ? പുള്ളിയുടെ മോക്കടെ ഇതിന് വേണ്ടി സ്വർണം വേണ്ടി. അപ്പൊ അത് തരാമോ? പറ്റുമോ? എടാ കുറ്റം കെട്ടവനെ, നിന്നോട് ഞാൻ പറഞ്ഞാടാ, നമുക്ക് അതിന്റെ കാര്യമുണ്ടാ? പിന്നെ നമുക്കിപ്പോ സ്വർണം കിട്ടണം. അല്ലിപ്പോ ഞാനിത് എന്റെ മോടെ കല്യാണം കുല്യാണോന്നും ഞങ്ങൾക്ക് അറിയണ്ട. സ്വർണം കിട്ടണം. മുനി വന്നേ. വരുന്ന ഡിസംബർ 25-ാം തീയതി എന്റെ മോളുടെ വിവാഹമാണ്. മൂത്ത മോടെ കല്യാണമാണ്. 2 പേരാ ഉള്ളത്. മൂത്ത മോടെ കല്യാണമാണ്. പകല് 11:30-ക്ക് 12 ഇടയ്ക്കാണ് മുഹൂർത്തം. ഇടയ്ക്കാണ് മുഹൂർത്തം. അപ്പൊ മോനും നിൽക്കുന്ന മോനും സുരേഷും 2 പേരും വന്ന് കല്യാണത്തിൽ പങ്കെടുക്കണം. എന്തെങ്കിലും സംഭാവന തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം. അപ്പൊ എത്തുക. സുരേഷേ, എന്താടാ? ഇപ്പൊ കല്യാണം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വരുന്ന ബുധനും വ്യാഴവും. അതെ. അപ്പൊ നമ്മൾ വന്നു കഴിഞ്ഞാൽ വെറുതെ വന്നിട്ട് കല്യാണം എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും സംഭാവന എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാ? നമുക്കത് അറിയേണ്ട കാര്യമുണ്ടാ? പിന്നെ എടാ നീ സ്വർണം തരാൻ പറയണ. സ്വർണം താടോ? സ്വർണം തരാന്ന് പറഞ്ഞ അകത്ത് അലമാരിക്കകത്തിരിക്കുവല്ലേ? അത് ഞങ്ങൾക്ക് താക്കോല. അലമാരിയുടെ താക്കോല് ഇപ്പൊ മേടിക്കും. താക്കോല. സതീഷേ, നീ ഇയാളെ തോക്ക് ചൂണ്ടി നിർത്തിക്കൊള്ളണം. ഞാൻ അകത്ത് പോയിട്ട് സ്വർണ്ണം എടുത്തിട്ട് വരാം. അങ്ങനെ വേണ്ട മോനെ. എന്താണ്? എന്നെ ഇവിടെ നിർത്തിയിട്ട് നീ അകത്ത് പോയിട്ടുള്ള പരിപാടി ഒന്നും വേണ്ട. എടാ ഞാൻ പോയിട്ട് വരടാ. എടാ കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു വീട്ടിൽ കയറിയിട്ട് എന്നെ ഇതുപോലെ നിർത്തിയിട്ട് നീ അകത്ത് പോയിട്ടുണ്ടായിരുന്ന സബർജിലിയൊക്കെ നീ തിന്നില്ലേ? എടാ അത് പകുതി ഉണ്ടായിരുന്നുള്ളൂ. വേണ്ട, സബർജിലി തിന്നില്ലേ?
എനിക്ക് എന്തില്ല ഇല്ല. വേണ്ട, ഞാനും വരും കൂടെ. എടാ ഇയാൾ പോലീസിനെ വിളിക്കൂടാ. വേണ്ട, ഞാനും വരും. സബർജിലും നെല്ലിക്കൊക്കെ നീ എടുത്തത് എനിക്ക് തന്നില്ലല്ലോ. എന്റെ പൊന്ന് മാമന് ഒന്നും ഉണ്ടായിരുന്നില്ല. വേണ്ട, ഞാനും വരും. എടാ ഒരു കാര്യം ചെയ്യും, നമ്മൾ രണ്ടുപേരും കൂടി പോകാം. ഓക്കെ. അതിനുമുമ്പ് ഞാനൊരു ഐഡിയ. എന്താ? ഇയാള് പോലീസിനെ വിളിക്കരുതല്ല, നാട്ടുകാരെ വിളിച്ചു കൂട്ടരുതല്ല. അതിനുമുമ്പ് ഞാനൊരു ഐഡിയ ചെയ്ത് വെക്കാം. ഓക്കെ, ഐഡിയ. പറിച്ചോ. ആ വട്ടം കേറിക്കടാ, ഈ വട്ടത്തിനകത്ത് കേറിക്ക്. ഈ വട്ടത്തിനകത്ത് കേറിക്കടാ. സുരേഷ് തന്നെടാ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞത്. തോക്കിയുണ്ടാ? ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടല്ലേ, വെട്ടി വെച്ചു തോന്നോളെ നിന്നെ. മൂത്രമൊഴിക്കാൻ പോകാൻ വേണ്ട, വെടി വെക്കും. വെടി പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്നോളാം. സതീഷേ വാ. നിങ്ങൾ വരുന്നവരെ ഇവിടെ നിന്നോളാം. ഓക്കെ. വട്ടത്തിന് പുറത്തിറങ്ങിയ ഇല്ല, വെടി വെച്ചു പോലും ഞാൻ. കൊല്ലല്ലേ, ഞാൻ നിന്നോളാം. എന്താടാ പേടിപ്പിക്കാതെ പോയി എടുത്തോണ്ട് പോടാ വീട്ടിൽ. നോക്കുള്ളത് നമ്മുടെ രക്ഷയായത്. വെടിവെച്ചെടുത്തു ഞാൻ. അല്ലടാ സുരേഷേ, ചിരിക്കണ്ടല്ലോ. താൻ എന്തിനാ ചിരിക്കണത്? ചിരി വന്നിട്ട് അയാൾ പോലീസിനെ വിളിച്ചിട്ടാന്ന് ചിരിക്കണം. താൻ പോലീസിനെ വിളിച്ചാണോ? പോലീസിനെ വിളിക്കാൻ ഇങ്ങനെ തലക്കാച്ചലുണ്ടോ? നിങ്ങൾ ശരിക്കും നിങ്ങൾ മണ്ടന്മാരാ. താൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടിയാണോ? താൻ നാട്ടുകാരെ വിളിച്ചോ? ഒറ്റ എണ്ണത്തിന് എന്റെ പണിയുടെ വാതിക്കെ ഞാൻ കേട്ടതില്ല. നാട്ടുകാരോ? ഞാനതല്ല, നിങ്ങള് മണ്ടന്മാരാ. അതോർത്ത് ചിരിച്ചു പോയി. പിന്നെ താൻ എന്തിനാണ് കിണിക്കണത്? നിങ്ങൾ അകത്തോട്ട് പോയോ? സാധനം എടുത്തോട്ട് വന്നു. ഒരു വട്ടം വരച്ചോ? വട്ടം വരച്ചിട്ട് പുറത്തിറങ്ങിയ വെടിവെക്കുന്നും പറഞ്ഞു. എന്ന് പറഞ്ഞു. ഞാൻ അതിന് നിന്നല്ലോ. നിന്നു. നിങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് നിങ്ങൾ കാണാതെ 3 പ്രാവശ്യം ഞാൻ ഈ റൗണ്ടിൽ നിന്ന് ഇറങ്ങി